നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം Acts of the Apostle chapter 28 verses 3 to 5. Let's read book of Acts chapter 28 verse 3 to 5. പൗലോസ് കുറെ വിറക്ക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബർമാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, മോനെ ദോഷമൊന്നും പറ്റിയില്ല. But Paul shook off the snake and nothing harm happened to him. കുടഞ്ഞ് എഴുന്നേക്കാൻ പോവാ. You are going to shook and rise up. നിന്റെ മുമ്പിൽ അഭിഷേകമുള്ള നിന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ പല രൂപത്തിൽ പല പേരിൽ വന്നു കാണും അല്ലേ? You are having the anointing, problems may come in different names in front of you. പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പല പേരുണ്ട്. Problems and troubles have different names. എന്നാൽ അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ ഒറ്റ നാമത്തിൽ. But there is only one name to overcome all those things. എത്രമാത്രം യേശുവിന്റെ നാമത്തിലുള്ള വെളിപ്പാട് നിന്റെ അകത്ത് വിശ്വാസത്താൽ റേമയായി തീരുന്നോ അത്രമാത്രം നീ ബലപ്പെട്ടവനും ബലപ്പെട്ടവളുമായി തീരുമെന്ന് പരിശുദ്ധന്മാരോട് പറയാം. How much more the revelation about the name of Jesus comes as Rhema in you, that much more will be used by God. ഒന്നു കുറയാതെ 41 അടി 5 തവണ ഏറ്റവനാ ഇപ്പോൾ മാൾട്ടയിൽ നിൽക്കുന്നത്. He was beaten for 39 times, more than 4 times. അടിച്ചത് എഴുന്നേൽക്കാതിരിക്കാനാ. They beat him that he could not stand up again. പലതരത്തിലുള്ള അടിയുണ്ട്. There are beatings of different types. വാക്കുകൊണ്ട് അടിക്കാം. People can beat you through words, പ്രവർത്തനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അടിക്കാം. through their actions. പല മേഖലകളിലും യേശുവിനെ അറിഞ്ഞിട്ട് പല രീതിയിൽ അടി അഥവാ പ്രതികൂലമേറ്റവരല്ലേ എന്നെ കേൾക്കുന്ന മിക്കവരും. Many of you have been beaten up in different ways. എന്നിട്ട് നീ തീർന്നു പോയില്ലല്ലോ. But you are not finished up. ചിലരുടെ മുമ്പിൽ ദൈവം നിന്നെ നിർത്താൻ ആഗ്രഹിക്കുന്നു. It's because God wants you to make it stand. അടിച്ചവരുടെ സീസൺ തീരും. The season of those who are beating will end up. അടിച്ചവരും പ്രവർത്തിച്ചടിച്ചവരുടെയും സീസൺ ചുരുങ്ങും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ അടിയേറ്റ നിന്റെ സീസൺ തുടങ്ങാൻ പോകുന്നതേ ഉള്ളെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു. People who are beaten with words or actions, their season will end. But you who have suffered it for the name of Jesus, your season is going to begin in the name of Jesus. പഴയ പ്രകൃതം വെച്ചാണെങ്കിൽ ഒറ്റ അടിയെ കൊള്ളത്തുള്ളൂ, അടിക്കുന്നവൻ പോക്കാം. If with this old attitude, he will just have one beating. The person who was beaten, he will finish. ചില്ലറക്കാരനല്ല. He is not a normal man. ചില്ലറ പൗരത്വമുള്ള ആളല്ല. He is not having a Norman citizenship. ചില്ലറ കുടുംബക്കാരനും അല്ല. Not of a normal family ഒരു background. ദർശനമകത്ത് കിടക്കുന്നു. But there's a revelation inside of ഒരു him. വിളി കിടപ്പുള്ളതോ. There's a calling inside of him. ഇതിനെ വകവെക്കുന്നില്ല. He is not considering any of these things. നീ കേൾക്കുന്ന സകല വർഷങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും അപ്പുറമായി ഒരു വാഗ്ദത്തം നിമിത്തം നീ ചിലതും മിണ്ടാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാ, മൗനമായിരുന്ന ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊള്ള എന്ന വചനം നിന്നോടുള്ള ദൂതാണെന്ന്. ചില മേഖലകളിൽ മൗനമായിരിക്കുന്ന ദൈവശബ്ദത്തിന് വില കൊടുക്കുന്ന ചിലരോട് പറയാ, ദൈവം നിനക്ക് വേണ്ടി മൗനത വെടിഞ്ഞിറങ്ങുന്ന ഒരു സമയമുണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. Spirit of God is saying, if you are silent in front of people who are cursing you, mocking you, your silence will end up. God will come down for you.